ഹലോ ഗൈസ്, ഇന്ന് നമ്മൾക്ക് ബുദ്ധിസം എന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ബുദ്ധിസം എങ്ങനെയാണ് രൂപപ്പെട്ടത്, ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആരാണ്, ഫൗണ്ടറിൻ്റെ കഥ എന്താണ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ഗൗതമ ബുദ്ധയാണ്. ഗൗതമ ബുദ്ധയുടെ ഒറിജിനൽ നെയിം സിദ്ധാർത്ഥ ഗൗതമ എന്നാണ്. ഈ ബുദ്ധ എന്ന പേരില്ലേ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബോധോദയം ലഭിച്ച ആൾ എന്നാണ്. ഈ ഗൗതമ ബുദ്ധ കണ്ടുപിടിച്ച റിലീജൻ ഏതാണ്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്, ബുദ്ധിസം. അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലുംബിനി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഈ ലുംബിനി പറയുന്നത് നേപ്പാളിലെ ഒരു സ്ഥലമാണ്. ഇന്ത്യ നേപ്പാൾ ബോർഡറിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഏകദേശം 563 BC-യിൽ ശാക്യ വംശത്തിലെ സുധോധന രാജാവിനും മായാദേവിക്കുമാണ് ഇദ്ദേഹം പിറന്നത്. ഈ ശാക്യ വംശത്തിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെട്ടത് കപിലവസ്തു ആയിരുന്നു. ഇദ്ദേഹം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യ യശോധരയാണ്. അവർക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു പുത്രൻ ജനിച്ചു. പുത്രൻ്റെ പേര് രാഹുല എന്നായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ ഒരു 29 വയസ്സ് വരെ ഒരു ബുദ്ധിമുട്ടും അറിയാണ്ട് എല്ലാ സുഖസൗകര്യങ്ങളും കൂടിയാണ് സിദ്ധാർത്ഥൻ കൊട്ടാരത്തിൽ ജീവിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങുകയും ഒരു 4 കാഴ്ചകൾ കാണാൻ ഇടവരികയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ 4 കാഴ്ചകൾ വെച്ചാൽ, അദ്ദേഹം ഒരു വൃദ്ധനായ മനുഷ്യനെ കാണുകയും പിന്നെ ഒരു അസുഖം ബാധിച്ച വ്യക്തിയെ കാണുന്നുണ്ട്, ഒരു ഡെഡ് ബോഡിനെ കണ്ടു, ഒരു സന്യാസിനെയും കണ്ടു. അപ്പോൾ ഈ കാഴ്ചകൾ അദ്ദേഹത്തിനൊരു റിയലൈസേഷൻ കൊടുക്കുകയാണ്. ജീവിതത്തിൽ എപ്പോഴും സുഖസൗകര്യങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ഉടനീളമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ റിയലൈസേഷനൊക്കെ ഉണ്ടായിട്ട് 29-ാം വയസ്സിൽ അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങുകയും ഒരു 6 വർഷത്തോളം ധ്യാനവും തപസ്സും ഒക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തു. ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നതും ഈ കൊട്ടാരം വിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞത്. പിന്നീട് 35-ാം വയസ്സിൽ ബോധ്ഗയയിലെ നിരഞ്ജന നദീ തീരത്ത് വെച്ചിട്ട് ഒരു അരയാൽ മരത്തിൻ്റെ കീഴിലിരുന്നിട്ട് അദ്ദേഹം ധ്യാനം ചെയ്യുകയും 49 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ബോധോദയം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ബുദ്ധ എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു കാര്യത്തെയാണ് നിർവാണ എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ ബോധോദയമൊക്കെ ലഭിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് സ്പീച്ച് നടത്തിയത് സാർനാഥിലെ ഡീർ പാർക്കിലാണ്. ഈ സ്ഥലം വരുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലെ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ്. ഈ സ്പീച്ച് നടത്തിയതിനെയാണ് നമ്മൾ ധർമ്മചക്ര പ്രവർത്തന എന്ന് പറയപ്പെടുന്നത്. പിന്നീട് ഏകദേശം 80-ാം വയസ്സിൽ അദ്ദേഹം കൂഷി നഗരത്തിൽ വെച്ചിട്ട് മഹാപരിനിർവാണപ്പെടുകയും ചെയ്യപ്പെട്ടു. ഈ മഹാപരിനിർവാണം എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചു എന്നതിനെയാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് 4 നോബൽ ട്രൂത്തിനെ കുറിച്ചാണ്. ഈ നോബൽ ട്രൂത്ത് പറഞ്ഞു വെച്ചാൽ തത്വചിന്തകളാണ്. ഈ ബുദ്ധിസത്തിലെ മെയിനായിട്ടുള്ള 4 തത്വചിന്തകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കുറേ ദുഃഖങ്ങളായിട്ട് നിറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തത്, ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മളുടെ ആഗ്രഹങ്ങളും ആസക്തികളും പിന്നെ അത്യാഗ്രഹങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ നോബൽ ട്രൂത്ത് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ജീവിതത്തിലുള്ള സോറോസും സഫറിങ്സൊക്കെ ഇല്ലാണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ആസക്തികളും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ അതൊക്കെ നിർത്തിയാൽ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലുള്ള സോറോസും സഫറിങ്സൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നതാണ് മൂന്നാമത്തെ നോബൽ ട്രൂത്തായിട്ട് പറയുന്നത്. നാലാമത്തെ നോബൽ ട്രൂത്ത് പറയണത് നമ്മളുടെ ജീവിതത്തിലെ സോറോസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വഴികളിനെയാണ് പറയുന്നത് നാലാമത്തെ നോബൽ ട്രൂത്തിൽ. ഈ നാലാമത്തെ നോബൽ ട്രൂത്തിൽ പറയുന്നത് 8 വഴികളുണ്ട്. അതിന് പറയുന്ന പേര് അഷ്ടാംഗിക മാർഗ എന്നാണ്. ഈ അഷ്ടാംഗിക രേഖകളിലുള്ള 8 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് റൈറ്റ് വ്യൂ ആണ്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് വേണം. രണ്ടാമത്തത് റൈറ്റ് തോട്ടാണ്. അതായത് നല്ല ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം.
മറ്റുള്ളവരെ സഹായിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. അല്ലാണ്ട് അവരെ ദ്രോഹിക്കേണ്ട കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. മൂന്നാമത്തത് റൈറ്റ് സ്പീച്ചാണ്. സത്യം മാത്രം പറയണം, കള്ളം പറയാതിരിക്കുക. നാലാമത്തത് റൈറ്റ് ആക്ഷൻ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളല്ലാതെ നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുക. അഞ്ചാമത്തെ റൈറ്റ് ലിവ്ലിഹുഡ്. സത്യസന്ധമായി ജീവിക്കാനുള്ള തൊഴിൽ നമ്മൾ തിരഞ്ഞെടുക്കണം. അല്ലാണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ അവർക്ക് ദോഷം ചെയ്യണ വല്ലതും ചെയ്തിട്ടോ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നോക്കരുത്. ആറാമത്തെ റൈറ്റ് എഫേർട്ട്. എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഏഴാമത്തെ റൈറ്റ് മൈൻഡ്ഫുൾനെസ്. അത് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം. എട്ടാമത്തെ റൈറ്റ് കോൺസെൻട്രേഷൻ. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞത് അഷ്ടാംഗിക രേഖയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങളെ കുറിച്ചാണ്. ഫസ്റ്റ് വന്നിട്ട് ബുദ്ധ. ബുദ്ധനിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നതിനെയാണ് ബുദ്ധ ഫസ്റ്റ് രത്നമായിട്ട് പറയുന്നത്. ബുദ്ധൻ നമുക്ക് ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനുള്ള വഴി കാണിച്ചു തരും എന്നാണ് ഇതിൽ നിന്ന് വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത് ധർമ്മ. അത് പറഞ്ഞാൽ ബുദ്ധൻ്റെ ഉപദേശങ്ങളിലാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. ബുദ്ധൻ പഠിപ്പിച്ച സത്യങ്ങളും ജീവിത മാർഗവും ഒക്കെ പിന്തുടരുമ്പോൾ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ വിശ്വസിച്ചു വരുന്നു. മൂന്നാമത്തേത് സംഘ. ബൗദ്ധ സന്യാസി സമൂഹത്തിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നു. അതായത് ബുദ്ധൻ്റെ ഉപദേശങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ അവരുടെ ഇടയിലാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. ഇതൊക്കെയാണ് ത്രിരത്നാസ് ഉള്ളത്. ഏതൊക്കെയാണ് ത്രിരത്നാസ്? ബുദ്ധ, ധർമ്മ, സംഘ. ഇനി അടുത്തത് ബുദ്ധൻ്റെ ടൈമിലുള്ള ബുദ്ധിസ്റ്റ് കൗൺസിൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ 4 കൗൺസിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കൗൺസിൽ നടക്കുന്നത് 483 BC-യിലാണ്. സെക്കൻഡ് കൗൺസിൽ 383 BC-യിലും, തേർഡ് കൗൺസിൽ 250 BC-യിലും, ഫോർത്ത് കൗൺസിൽ 72 AD-യിലാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളത് ജസ്റ്റ് നന്നായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ചു വിടണം. എക്സാംസിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ പോസ് ചെയ്തിട്ടോ നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കി വിടണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് ബുദ്ധൻ മരിച്ചതിന് ശേഷം ബുദ്ധിസം 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ വന്നിട്ട് ഹിനയയും രണ്ടാമത്തെ മഹായാനയുമാണ്. ഈ ഫസ്റ്റ് വൺ ഹിനയ സൗത്തേൺ ബുദ്ധിസ്റ്റ് റിലിജനാണ്. ശ്രീലങ്ക, ബുർമ, തായ്ലൻഡ് എന്നിങ്ങനെയുള്ള കൺട്രികളിലൊക്കെ ആയിരുന്നു ഇത് വ്യാപിച്ചു കിടന്നിട്ടുണ്ടായിരുന്നത്. അവർ ഈ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ട് അതിനെ ആരാധിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയൊന്നും ആയിരുന്നില്ല അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ലാംഗ്വേജ് വന്നിട്ട് പാലി ലാംഗ്വേജ് ആയിരുന്നു. മഹായാന വിഭാഗമാണെങ്കിൽ നോർത്തേൺ ബുദ്ധിസ്റ്റ് റിലിജൻ ആയിരുന്നു. ചൈന, കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു ഇത് വ്യാപിച്ചു കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവർ വിഗ്രഹങ്ങളിലേക്ക് ആരാധിച്ചു വരുന്ന ഒരു ബിലീഫ്സ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇവരുടെ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആയിരുന്നു. ഇനി കുറച്ച് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചേഴ്സ് നോക്കാം. പാലി ടെക്സ്റ്റിലുള്ള ലിറ്ററേച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ത്രിപീഡകാസ് ആണ്. ഈ ത്രിപീഡകാസ് പറയുമ്പോൾ 3 പറയുമ്പോൾ തന്നെ 3 എന്നുണ്ടാവും. അപ്പോൾ അതിൽ 3 എണ്ണമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് വന്യപീഡക, സൂർത്തപീഡക, അഭിധമ പീഡകയാണ്. അടുത്ത ടെക്സ്റ്റ് വന്നിട്ട് മിലിന്ദ പൻഹോയും പിന്നെ ജാതക ടേൽസുമാണ്. ഇതൊക്കെയാണ് പാലി ടെക്സ്റ്റിലുള്ള ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ വരുന്ന കുറച്ച് ടെക്സ്റ്റുകൾ. അടുത്തത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചേഴ്സ് ആണ്. സ്തൂപാസ്, വിഹാരാസ്, ചൈത്യാസ്, നളന്ദ യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരുന്നു ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ആർക്കിടെക്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആർക്കിടെക്ചേഴ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിക്ലൈൻ ഓഫ് ബുദ്ധിസമാണ്. ബുദ്ധിസം ഡിക്ലൈൻ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മണ മതം വീണ്ടും ശക്തമായിട്ട് വരികയും ഈ ജനങ്ങളൊക്കെ വേദിക് റിച്വൽസിലേക്ക് വീണ്ടും തിരിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ രാജാക്കന്മാരുടെ പിന്തുണ കുറഞ്ഞു വന്നു. പല രാജാക്കന്മാരും ബുദ്ധിസത്തിനെ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ആ പിന്തുണ കുറഞ്ഞു വന്നു. മൂന്നാമതായിട്ട് ബുദ്ധമതം വിഭജിച്ചു കൊണ്ടുപോയി. മീൻസ് ബുദ്ധമതത്തിൽ വിഭാഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. 3 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു. ആ 3 വിഭാഗങ്ങളായി തിരിഞ്ഞതോടെ അവിടുത്തെ ഐക്യം കുറയുകയും ബലം കുറഞ്ഞു പോവുകയും ചെയ്തു. നാലാമതായിട്ട്
മൊണാസ്ട്രീസ്, ഈ ബുദ്ധിസത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൊണാസ്ട്രീസിലൊക്കെ അഴിമതിയും അച്ചടക്കക്കുറവൊക്കെ ഉണ്ടായി തുടങ്ങി. അതൊക്കെ ജനങ്ങളുടെ വിശ്വാസം കുറയാൻ കാരണമാക്കി. അഞ്ചാമതായിട്ട് സംസ്കൃതത്തിൻ്റെ ഉപയോഗം വന്നു. ആദ്യം സാധാരണ ജനങ്ങളുടെ ഭാഷയായിട്ട് പാലിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ചില ഗ്രന്ഥങ്ങളിൽ സംസ്കൃതമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധമതം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. ആറാമത്തേത്, ഈ ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റീസും മൊണാസ്ട്രീസൊക്കെ ആക്രമിക്കപ്പെടുകയും അത് തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ബുദ്ധിസം ഡിക്ലൈൻ ആവാനുള്ള മെയിൻ റീസൺസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്ത വീഡിയോസായിട്ട് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് അത് ബെറ്റർ ആക്കാൻ നോക്കാം. താങ്ക് യു.